ബുധനാഴ്ച ഈ രാത്രികാലം ദൈവസന്നിധിയിൽ ഡിസംബർ മാസം 20-ാം തീയതി രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആദ്യമായിട്ട് നാം വചനം കേൾക്കുന്നതിന് മുമ്പായിട്ട് ഒരു പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. രാത്രികാലം നമ്മുടെ മധ്യത്തിൽ കർത്താവിന്റെ ദാസി സിസ്റ്റർ സിനി ജോസഫ് കടന്നു വന്നിട്ടുണ്ടല്ലോ. കർത്താവിന്റെ ദാസി ദൈവസനയിൽ പാട്ടുപാടുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം. ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടുന്നതിനായി കർത്താവിന്റെ ദാസിയെ സ്നേഹത്തോടെ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ എന്റെ യേശുവേ വാഴ്ത്തി വണങ്ങിടും ജീവിത നാളുകളെല്ലാം. പാവനമായി എന്നെ പാലിച്ചതോർക്കുമ്പോൾ സ്നേഹമെന്നിൽ ഏറുന്നേ. ഞാൻ എന്റെ യേശുവേ വാഴ്ത്തി വണങ്ങിടും ജീവിത നാളുകളെല്ലാം. പാവനമായി എന്നെ പാലിച്ചതോർക്കുമ്പോൾ സ്നേഹമെന്നിൽ ഏറുന്നേ. എന്റെ സങ്കേതം നീയല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ സങ്കേതം നീയല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ ഉറവുകളാഖിലവും നിന്നിലേ എന്നുമേകുന്നൻ പ്രാണപ്രിയ. എന്റെ ഉറവുകളാഖിലവും നിന്നിലേ എന്നുമേകുന്നൻ പ്രാണപ്രിയ. മൃത്യുവിൻ വായിൽ നിന്നും വീണ്ടെടുത്തോനെ മഹത്വപ്പെടുത്തും നിന്നെ. ഞാൻ നിന്നെ സ്നേഹിച്ചു സേവിച്ചു മാരുവേ നിന്നാമത്തെ ഘോഷിക്കും. മൃത്യുവിൻ വായിൽ നിന്നും വീണ്ടെടുത്തോനെ മഹത്വപ്പെടുത്തും നിന്നെ. ഞാൻ നിന്നെ സ്നേഹിച്ചു സേവിച്ചു മാരുവേ നിന്നാമത്തെ ഘോഷിക്കും. എന്റെ സങ്കേതം നീയല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ സങ്കേതം നീയല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ ഉറവുകളാഖിലവും നിന്നിലേ എന്നുമേകുന്നൻ പ്രാണപ്രിയ. എന്റെ ഉറവുകളാഖിലവും നിന്നിലേ എന്നുമേകുന്നൻ പ്രാണപ്രിയ. സിയോനിൻ നാഥ നിൻ സ്നേഹമെനിക്ക് എത്രയോ ആശ്ചര്യമേ. നിൻ വിളിയോർത്തു ഞാൻ നിന്നെ പിൻഗമിപ്പാൻ മുറ്റം സമർപ്പിക്കുന്നേ. സിയോനിൻ നാഥ നിൻ സ്നേഹമെനിക്ക് എത്രയോ ആശ്ചര്യമേ. നിൻ വിളിയോർത്തു ഞാൻ നിന്നെ പിൻഗമിപ്പാൻ മുറ്റും സമർപ്പിക്കുന്നേ. എന്റെ സങ്കേതം നീയല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ സങ്കേതം നീയല്ലയോ, എന്റെ ആശ്രയവും നീയല്ലോ. എന്റെ ഉറവുകളാഖിലവും നിന്നിലേ എന്നുമേകുന്നൻ പ്രാണപ്രിയ. എന്റെ ഉറവുകളാഖിലവും നിന്നിലേ എന്നുമേകുന്നൻ പ്രാണപ്രിയ. എന്നുമേകുന്നൻ പ്രാണപ്രിയ.
താങ്ക് യു സോ മച്ച്. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഉറവ് നമ്മുടെ കർത്താവിലാണ്, നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ എല്ലാം നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൽ നമ്മുടെ ആശ്രയം വർദ്ധിപ്പിക്കാം. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. രാത്രികാലം ദൈവസനയിലായിരിക്കുമ്പോൾ നാം വചന പഠനത്തിനായിട്ട് പ്രവേശിക്കുകയാണല്ലോ. അതിനു മുമ്പായിട്ട് വചനത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് രാത്രികാലം വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം, ശ്രദ്ധയോടെ ദൈവസനയിലായിരിക്കാൻ തക്കവണ്ണം, കടന്നു വന്നിരിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് രാത്രികാലം കടന്നു വരാൻ കഴിയാതെ യാത്രയിലും നാട്ടിലും ഒക്കെ ആയിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, രോഗികളായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം പ്രത്യേകം ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന് സ്തോത്രം. രാത്രികാലം ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രയർ പാർട്ട്നേഴ്സിനെയും പ്രത്യേകം നമുക്ക് ദൈവസനയിൽ സമർപ്പിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇന്ന് രാത്രികാലം ഭവനങ്ങളിൽ വിശ്രമിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ വചന പഠനം നമുക്കൊരു അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് വചനം സംസാരിക്കുന്ന ദൈവദാസൻ പാസ്റ്റർ ടോമി ജോസഫിനെ കർത്താവ് ദൈവരങ്ങളിൽ അഭിഷേകത്തോടെ രാത്രികാലം ഉപയോഗിക്കുവാൻ തക്കവണ്ണം, പാട്ടുപാടി സിസ്റ്റർ സിനിയെയും പ്രത്യേകം കർത്താവ് അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം, അവിടെ കുഞ്ഞുങ്ങളെ 3 പേരെയും, ജോയ്സിനെയും ജോഷുവയും ജോയലിനെയും ഓർത്തുകൊണ്ട് വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒഹായോ സ്റ്റേറ്റിലുള്ള അവരുടെ പ്രവർത്തനങ്ങളെ ഒക്കെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലൈനിലായിരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഒരുക്കി തന്ന വലിയൊരു സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ. കഴിഞ്ഞ നല്ല ഒരുപാട് കാലം അപ്പച്ച ഹാലിയ അവിടുത്തെ കൃപയുടെ പറയും ഞങ്ങൾ എല്ലാവരും മറക്കില്ല അപ്പച്ച. ദൈവം നടത്തിയ വഴികൾക്കായി കർത്താവെ, എത്രത്തോളം കൊണ്ടുവന്ന എല്ലാ വിധങ്ങൾക്കായി, അപ്പച്ചൻ ചെയ്തെല്ലാം നമ്മൾക്കായി. ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അപ്പച്ചന്റെ പാദത്തോടൊന്ന് പറ്റിച്ചിരുവാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവമേവൾ കാലം കർത്താവേ ഹാല്യങ്ങൾ വന്നു തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്നുള്ള യേശുവിന്റെ രക്തം സകല പാവമ്പോക്ക് ശുദ്ധിയും രക്തം കൊണ്ട് അപ്പച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കഴുകി ശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ അവിടുത്തെ വചനത്തിന് ഭാഗം ഞങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവേ ഹാല്ലേലൂയ. ദൈവമേ സ്തോത്രം കർത്താവെ. വിശുദ്ധിക്ക് ചേരാത്ത എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് എല്ലാം ക്ഷമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അനുഗ്രഹത്തോടെ വചനം കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹമായി പ്രാപിപ്പാൻ അപ്പച്ചാടിയാക്കുമാറണമേ എന്ന് പ്രാർത്ഥനകളെ ഹൃദയങ്ങളെ ഈ രാത്രികാലം ഒരുക്കിയിരിക്കുക കർത്താവ്. നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് സഹായിക്കണമേ കർത്താവെ. പ്രത്യേകയിലേക്ക് നിൽക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു കർത്താവെ. എല്ലാവരും വരുന്ന എല്ലാ ദാസിമാരെ, അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊച്ചുകുഞ്ഞുങ്ങളെയും മാതാപിതാക്കൾ സഹോദരങ്ങൾ പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് രാത്രികാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പച്ചന്റെ ഇഷ്ടം ചെയ്ത് അക്കരെ നാട്ടിലെത്തോ ഞങ്ങൾ എല്ലാവരും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗികൾക്കെല്ലാം കർത്താവേ ഈ രാത്രികാലത്തെ വചന സൂക്ഷിൽ ഹല്ലേലൂയ പരിപൂർണ്ണ സൗഖ്യം. ഹല്ലേലൂയ. ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങളുടെ ഭവനങ്ങളിലുണ്ട് കർത്താവേ. ഞങ്ങളുടെ കർത്താവേ ലോകത്തിന് ഇതര ഭാഗങ്ങളയക്കുന്നു അനേകരുണ്ട്. ഞങ്ങളുടെ കർത്താവ് പ്രിയപ്പെട്ട രോഗികളായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ കർത്താവ്, അപ്പച്ചനും അമ്മച്ചന്മാർ കർത്താവേ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ച അവിടുത്തെ വചനം കർത്താവെ അതിവേഗം പറഞ്ഞിരുന്ന വചനം അയച്ച് ഹല്ലേലൂയ. രാത്രിക്കാലം എല്ലാവരും സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വചനം എന്റെ കാലിന് ദൈവന്റെ പാതയ്ക്ക് പ്രകാശമാണ്. തേനിലും തേൻകട്ടലിലും മധുരമേറി ജീവന്റെ വചനമാകിയ ഹല്ലേലൂയ. രാത്രികാലം എല്ലാവർക്കും സൗഖ്യം വിടലും കർത്താവെ ജീവനും ഭക്തിക്കും വേണ്ട ഒക്കെ തരുന്ന അവിടുത്തെ വചനമാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഹാലലിയ സ്തോത്രം. ആ വചനത്തിലേക്ക് ഞങ്ങളെ രാത്രികാലം ഇറക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അമേൻ. വചന കേൾവിയിൽ തന്നെ എല്ലാവർക്കും വിടൽ പ്രാപിക്കട്ടെ. അപ്പൊ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും ഭാരപ്പെട്ട് കർത്താവ് നിരാശയുടെ രാത്രികാലം എടുത്ത പാതപടത്തിലായിരിക്കുന്നെങ്കിൽ വചന കേട്ട് കർത്താവെ അനുഗ്രഹം പ്രാപിച്ച നിരാശ എല്ലാം മാറി. ഹാലലിയ. അപ്പനോടൊന്ന് സഹായിക്കുമ്പോഴാണ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാലലിയ. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട പാട്ട് കർത്താവെ ദാസി സിസ്റ്റേഴ്സിനെ കൊണ്ട് ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തുതിക്കുന്ന കർത്താവെ. അവിടെ ഞങ്ങളുടെ സങ്കേതം, അവിടെ ഞങ്ങളുടെ ആശ്രയം കർത്താവ്, എല്ലാറ്റിനും എല്ലാമായി അവിടെ നിന്നാകിയാൽ നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹപ്പെട്ട പാട്ടിനായി സ്തുതിക്കുന്നു. ദാസിയെ വീണ്ടും കരങ്ങളിലെടുത്ത് കർത്താവ് ശക്തിയോടെ പാടുവാൻ, ആത്മാവിൽ പാടുവാൻ കർത്താവ് ബലപ്പെടുത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെയും ദാസിയെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. പാസ്റ്റർ ടോമി ജോസഫ് ദാസനായ സ്തോത്രം. രാത്രികാലത്തെ വചനം സൂക്ഷിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. ദാസനെ ക്രൂശിൽ മറഞ്ഞെന്ന് മാറ്റമില്ലാത്ത വചനം കർത്താവ് പരിശുദ്ധാത്മാവോടെ സൂക്ഷിപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തിരിക്കുക. സ്തോത്രം. പൈതങ്ങളെ മുൻനിര അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ജോസിക്കായ സ്തോത്രം. ജോനായ സ്തോത്രം. ജോഷയ്ക്കായ സ്തോത്രം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. അവർക്ക് കർത്താവയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി നല്ല ഭാവി കൊടുത്ത് കർത്താവ് മാതാക്കളോടൊപ്പം കർത്താവിന്റെ വേലയിലായിരിക്കും അപ്പച്ചനോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചനെ അമ്മച്ചിയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവയെ സൗഖ്യമാക്കണമേ. ആരോഗ്യത്തോടെ കർത്താവയോടൊന്ന് സഹായിച്ച് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ നിറച്ചണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളുടെ കുടുംബങ്ങൾ പ്രിയപ്പെട്ട ദൈവമക്കൾ എല്ലാവരും അനുഗ്രഹിച്ച് പട്ടണത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളെ നാട്ടിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ബലവസാനം വരെ ശക്തിയോടെ ജീവന്റെ ദാസനെയും ബലപ്പെടുത്തിയാട്ട് കുടുംബമായി സഹായിച്ചാട്ടെ. ഞങ്ങൾ എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാധനം വിജയവും പഴുതങ്ങളെ
മൂന്നുപേരെയും കർത്താവ് അമ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥനകളെ കുടുംബമായി സമർപ്പിക്കുന്ന താഴ്ത്തുന്ന വരവനായിരിക്കും പ്രത്യാശ സർവ്വമാന മഹത്വം പോയിച്ച് എല്ലാ അപ്പച്ചനും താട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയുണ്ടായി കേൾക്കണേ പിതാവേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ലിസിയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസനയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വചനത്തിന് മുമ്പിൽ നമുക്കായിരിക്കാം. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ നിന്ന് 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളാണല്ലോ ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 14-15 വാക്യങ്ങൾ വായിച്ച് പഠിക്കുവാൻ കൊണ്ടേയായിത്തീർന്നു. ആകയാൽ ദൈവത്തിനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ആ വലിയ ശ്രേഷ്ഠനായ മഹാപുരോഹിതൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രമാകയാൽ നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുവാൻ തക്കവണ്ണം, കർത്താവുള്ള ആശ്രയം മുറുകെ പിടിച്ചുകൊള്ളുവാൻ തക്കവണ്ണം, കർത്താവുള്ള സമർപ്പണം പൂർണ്ണമായിരിക്കാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനെ നമ്മുടെ മധ്യത്തിൽ ഉപയോഗിക്കട്ടെ. വചന സൂക്ഷിക്കായിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടോമി ജോസഫിനെ ലൈനിലേക്ക് സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. ആമേൻ. Praise the Lord. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഈ പ്രളയനി കടന്നു വരുവാനും ദൈവനും ആമേൻ ഹല്ലേലൂയ പറയുവാനൊക്കെ കർത്താവ് ഒരുക്കി തരുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് ഹല്ലേലൂയ കൊടാനുകൂടി മഹത്വം സ്തുതി ബഹുമാനം അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലൈലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്നേഹവന്ദനങ്ങളും ആദരവുകളും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ പ്രദാസൻ പ്രിയ സാക്ബുദനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ദാസനെയും ദാസിയും മാതാവിനെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെ മാനിക്കട്ടെ. ഇത്രയുള്ള എന്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി മുമ്പോട്ട് പോവുകയും അനേകർക്ക് തന്നെ അനുഗ്രഹമായി, ഒരുപക്ഷെങ്കിൽ ഇതിൽ സംബന്ധിക്കുന്നവർ മാത്രമല്ല അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അനേകർക്ക് ഹല്ലേലൂയ ലോകത്തിലുള്ള അനേകർക്ക് അതൊരു അനുഗ്രഹമായി തരുവാൻ കർത്താവ് വീണ്ടും ഇവിടെയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. പാടുവാനും അതുപോലെ തന്നെ ശക്തമായി പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളുടെ ദാസിമാരെ കർത്താവ് വിവചനായി സ്തോത്രം ചെയ്യാം. പ്രിയ ദേവദാസൻ ലൈൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വളരെ അനുഗ്രഹമായി ആത്മനിറവോടെ ലൈൻ ലീഡ് ചെയ്യുവാൻ എത്രത്തോളം സഹായിച്ചല്ലോ. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. എബ്രായ ലേഖനം പ്രൈസ് ദി ലോർഡ് 4-ാം അധ്യായം നമ്മൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വരും. എന്നാൽ 4-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ് അവസാനത്തെ വാക്യം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആ ഒരു വാക്യം ആമേൻ നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ, നമ്മൾ കരുതിക്കുട്ടി ഒന്നും നമ്മൾ ചെയ്തു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കർത്താവ് നമുക്ക് വേണ്ട സമയത്ത് ഏത് കാര്യത്തിന് അതിനുള്ള കൃപ, സഹായത്തിനുള്ള കൃപ നമുക്ക് തരുവാൻ ശക്തനായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആമേൻ ഹല്ലേലൂയ ധൈര്യത്തോടെ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല, ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. ആ കാര്യം ഞാൻ ഓർപ്പിച്ചായിരുന്നു. എസ്തേർ രാജാവിന്റെ അരികിലേക്ക് കടന്നു ചെന്നത് അവൾ വളരെ ഭയത്തോടുകൂടിയാണ്. എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല, രാജാവിന്റെ കയ്യിലിരിക്കുന്ന ചെങ്കോൽ നീട്ടുമോ ഇല്ലയോ എന്ന് അവൾക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന തീരുമാനത്തോടുകൂടെ അവൾ ചെല്ലുകയായിരുന്നു. പക്ഷെങ്കിൽ ദൈവം അവളെ ഹല്ലേലൂയ ആമേൻ സംരക്ഷിക്കുവാനും യഹൂദന്മാർക്ക് വിടുതൽ കൊടുക്കുവാനും പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ വരുന്ന മൊർദെഖായിക്കും ആമേൻ ഹല്ലേലൂയ കൂട്ടർക്കൊക്കെ പ്രൈസ് ദി ലോർഡ് സംരക്ഷണം കൊടുക്കുവാൻ ആമേൻ രാജാവിന്റെ ഉള്ളം തുറക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വർഗീയ രാജാവ് നമ്മൾ വളരെ ആത്മാർത്ഥത്തോടും ആമേൻ ആവശ്യത്തോടും കൂടെ കടന്നില്ലുമ്പോൾ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ ചെല്ലാം. നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. 5-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 5-ാം അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യന്റെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കുവാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനും
ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനും ആകുന്നു. എന്നാൽ അഹ്റോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അടിയങ്ങള് പിതാവേ, ഞങ്ങളുടെ സന്നിധിയിൽ അവിടുത്തെ ഓമനപ്പുത്രന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ കടന്നു വരുന്നു. ദൈവമേ, ഞങ്ങളോട് അവിടുന്ന് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രളയനായി സ്തോത്രം കണ്ടവരപ്രദാസം സാഗ്ബൃതനായി കുടുംബത്തിനായി കർത്താവെ പാടുവാനും അതുപോലെ തന്നെ സിസ്റ്റർ കർത്താവെ പ്രാർത്ഥിപ്പാനും ഇടയായി. വചനം വായിച്ചിരുന്നല്ലോ. അല്ലെങ്കിൽ സാഗ്ബൃതനെ ലീഡ് ചെയ്യുവാനൊക്കെ കർത്താവ് സഹായിക്കുന്നല്ലോ. വളരെ ആത്മാർത്ഥയോടെ ശ്രേഷ്ഠരായ ദൈവജനം ശ്രദ്ധിക്കുന്നല്ലോ. എളിവനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ ഞങ്ങൾക്ക് സ്വന്തമായി കഴിവോ ശക്തിയോ പ്രാപ്തിയോ അറിയോ ഇല്ല. കർത്താവ് ഇന്ന് രാത്രി അടികളെല്ലാം ഒന്നുകൂടെ കഴുകണമേ. അടിയനെ കഴുകണമേ, ശുദ്ധീകരിക്കണം, പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഈ വചനം കർത്താവ് അത് പറയുവാനും അതിന്റെ ഹല്ലേലൂയ അന്തർലീനമായിരിക്കുന്ന അതേ അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങൾ ആശയങ്ങളൊക്കെ ഞങ്ങൾക്ക് കർത്താവ് തരുന്നത് പോലെ ലഭിക്കാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിഞ്ഞാട്ട മഹത്വം കൊടുക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 4-ാം അധ്യായത്തിന്റെ 14 തൊട്ടുള്ള വാക്യങ്ങളും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 8-ാം അധ്യായം വരെ യേശു കർത്താവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. യേശു കർത്താവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് നമുക്ക് വളരെ കൃത്യമായി വളരെ ഊന്നി പറയുന്ന പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ആമേൻ വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. നമ്മളിത് വായിക്കണം, ശരിക്കും വായിക്കണം, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. മഹാപുരോഹിതൻ അല്ലെങ്കിൽ മഹാപുരോഹിതനെ നമുക്കറിയാം. നമുക്ക് ന്യായപ്രമാണ പ്രകാരം മഹാപുരോഹിതൻ അല്ലെങ്കിൽ പിന്നീട് മഹാപുരോഹിതന്മാർ ക്രമേണ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അടുത്തയാൾ ഇങ്ങനെ മഹാപുരോഹിതന്മാരായി മാറുന്നു. യേശു കർത്താവിന്റെ കാലത്തും മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം അതേക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായങ്ങളാണ് പ്രൈസ് ദി ലോർഡ് 5-ാം അധ്യായം, 6-ാം അധ്യായം, 7, 8 അധ്യായങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവിന് മുമ്പ് മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു. ഈ മഹാപുരോഹിതന്മാരെ പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിച്ചവരാണ്. മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ട മഹാപുരോഹിതന്മാരായിരുന്നു യേശു കർത്താവിന് പുറകിലുള്ള മഹാപുരോഹിതന്മാർ. പക്ഷെങ്കിൽ ഈ മഹാപുരോഹിതന്മാർക്ക് ആമേൻ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില അപാകതകൾ, ചില കുറവുകൾ, ചില ന്യൂനതകളുണ്ടായി. എന്താണ്? താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടി പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകും. അപ്പോൾ അന്നുള്ള മഹാപുരോഹിതന്മാര് ക്രിസ്തുവുമായി നമ്മൾ താരതമ്യം ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ അന്നത്തെ മഹാപുരോഹിതന്മാർ ജനത്തിനു വേണ്ടി ജനത്തിൽ നിന്നെടുത്ത അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്നെടുത്ത മഹാപുരോഹിതന്മാർ ബലഹീനതയുള്ളവരായിരുന്നു, ബലഹീനത പൂണ്ടവരായിരുന്നു. അപ്പോൾ നമ്മൾ യേശു കർത്താവിനെ നോക്കുമ്പോൾ യേശു കർത്താവിന് ഈ മഹാപുരോഹിതന്മാരെ പോലെ പാപസംബന്ധമായ ബലഹീനതകൾ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പാപമൊഴികെ സകലത്തിലും തനിക്ക് ആമേൻ എല്ലാവർക്കും തുല്യമായി പരീക്ഷിക്കപ്പെട്ട നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ മഹാപുരോഹിതന്മാർ ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കുവാൻ പാപപരിഹാരത്തിനായി നിൽക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ എന്താണ്? ഇവരുടെ ജീവിതത്തിൽ കുറവുണ്ട്. അപ്പോൾ ഈ പോകുന്ന പോക്കിൽ ആണ്ടിലൊരിക്കൽ ഈ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ ജനത്തിന് വേണ്ടി മാത്രമല്ല തനിക്ക് വേണ്ടിയും ആമേൻ ഹല്ലേലൂയ താന് പാപപരിഹാര ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുക. എന്നാൽ താന് എന്താണ്? തനിക്കുള്ള പാപപരിഹാര ക്രമീകരണത്തിന് അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ശുദ്ധീകരണത്തോടെ ആമേൻ പ്രത്യേകമായ ഏറ്റുപറച്ചിലോടെ പ്രത്യേകമായി മഹാപുരോഹിതൻ ചില ദിവസങ്ങളിൽ വേറിട്ട്
വളരെ ദൈവസന്നിധിയിൽ അമേൻ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ധ്യാനിച്ച് അമേൻ സകല ജനത്തിനു വേണ്ടി ഇടിഞ്ഞു നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ തനിക്കൊരു പാപക്ഷമത കിട്ടിയെന്ന് അമേൻ ബോധ്യം വരാതെ താൻ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഈ പുരോഹിതൻ അവിടെ മരിച്ചു വീഴും. ദൈവത്തിൽ നിന്നൊരു മാപ്പ് തനിക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാണ് താൻ ജനങ്ങളുടെ പാപം ഇങ്ങനെ അമേൻ മനസ്സിൽ ഹൃദയത്തിനകത്ത് പേറിക്കൊണ്ട് ഈ പാപവുമായി ഈ പാപത്തിന്റെ ചീട്ടുമായി അവിടേക്ക് ചെല്ലുന്നത്. പ്രൈസ് ലോർഡ്. എന്നിട്ട് താൻ അവിടെ നിന്ന് ചൊല്ലി അമേൻ രക്തം തളിക്കുന്നുണ്ടെങ്കിലും അമേൻ ഹല്ലേലൂയ അനേക കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കണം. ജനങ്ങളുടെ പാപങ്ങൾ ഇങ്ങനെ ദൈവത്തോട് ഏറ്റുപറയുകയും അമേൻ പരിഹാരം വരുത്തണമേ എന്ന് ദൈവത്തോട് അമേൻ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഈ മഹാപുരോഹിതനിലുണ്ട്. ഈ മഹാപുരോഹിതൻ വിറച്ചുകൊണ്ടാണ്, ഭയപ്പെട്ടുകൊണ്ടാണ് അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ആമീൻ തന്നോട് കോപിച്ചാൽ, ജനത്തിന്റെ ഭാവവുമായി നിൽക്കുമ്പോൾ തന്നോട് കോപിച്ചാൽ താൻ അവിടെ മരിച്ചു വീഴും എന്നുള്ളതാണ് തനിക്ക് അറിയാവുന്ന ഒരു സത്യം. ആമേൻ ആമേൻ. അവിടേക്ക് കടന്നു പോയി കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് ഉറപ്പില്ല. കാരണം ദൈവം കോപിച്ചാൽ ആമേൻ തനിക്കൊരിക്കലും തിരിച്ചു വരുവാൻ കഴിയത്തില്ല. അപ്പോൾ താനും ബലഹീനമുള്ളവനാണ്, താനും കുറവുള്ളവനാണ്, ന്യൂനതയുള്ളവനാണ്. പാപം ജീവിതത്തിൽ കടന്നു വരികയും പാപം ആമേൻ എന്ന ആ സംഭവം തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഈ ബലഹീനനായ മഹാപുരോഹിതനുണ്ട്. പക്ഷെങ്കിൽ താൻ തന്റെ ബലഹീനതയ്ക്കും കൂടി ആമേൻ ജനത്തിന്റെ പാപങ്ങളുമായി അവിടേക്ക് പോകുന്നതൊപ്പം തന്റെ ബലഹീനതയും കൂടെ അവിടെ ഏറ്റുപറയുവാൻ, അല്ലെങ്കിൽ അതിന് പരിഹാരം വരുത്തുവാനാണ് അവിടെ പോകുന്നത്. പക്ഷെങ്കിൽ മഹാപുരോഹിതൻ അങ്ങനെ പോയി മടങ്ങി വരാറുണ്ട്. എപ്പോഴും മഹാപുരോഹിതന്മാർ അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് മരിച്ചു വീഴാറില്ല. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താന് ഇങ്ങനെ കുറവുള്ളവനായതുകൊണ്ട് കുറവുള്ളവർക്ക് വേണ്ടി നിൽപ്പാൻ തനിക്ക് കഴിയുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെങ്കിൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിന് അങ്ങനെ ഒരു ബലഹീനത ഇല്ലായിരുന്നു. ക്രിസ്തുവിന് അങ്ങനെ പാപം ഇല്ലാത്ത ഹല്ലേലൂയ ആ രീതിയിലുള്ള ബലഹീനത ഇല്ലാത്ത, എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടെങ്കിലും, പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടെങ്കിലും നമ്മുടെ യേശു കർത്താവിന് ഈ വക മഹാപുരോഹിതനുണ്ടായിരുന്ന ബലഹീനത ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവരൊക്കെ അക്ഷരീകമായ അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവ് ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി, പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നേക്കും ജീവിക്കുന്നവനായി മഹാപുരോഹിതനായി ഇരിക്കുകയാണ് എന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഭൂമിയിൽ നിന്നെടുത്ത മഹാപുരോഹിതന് മരണത്തോടുകൂടെ തന്റെ പൗരോഹിത്യം അവസാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ ബലഹീനത പൂണ്ടവനാണ്. താൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ജനത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അതിന് പരിഹാരം വരുത്തുവാൻ താൻ ദൈവസന്നിധിയിൽ ഇടിവ് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ മെയിനായിട്ട് ഒന്നാമത് തന്റെ പാപം ആ പാപത്തിന് പരിഹാരം വരുത്തി അതിനൊരു പ്രാശ്ചിത്ത ക്രമീകരണം ഉണ്ടായിട്ട് തുടർമാനം ജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു മഹാപുരോഹിതനെയാണ് നമുക്ക് പഴയ നിയമത്തിൽ പരിചയപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ യേശു കർത്താവിന് നോക്കൂ, യേശു കർത്താവ് ഇതുപോലെ തന്നെ വേറൊരു കാര്യം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് പോലെ യേശു കർത്താവ് ക്രൂശിൽ നമ്മളുടെ എല്ലാ പാപം ചുമന്നു. പാപമില്ലാത്തവനെ പാപമാക്കി നമ്മുടെ എല്ലാ പാപം ചുമന്നുകൊണ്ട് കാൽവരിയിൽ നമുക്കായി രണ്ട് കള്ളന്മാരുടെ നടുവിൽ, രണ്ട് ക്രൂരമായ പാപികളുടെ നടുവിൽ യേശു കർത്താവ് ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിനെ സംബന്ധിച്ചിടത്തോളം പാപമില്ലാത്ത ആ നമ്മുടെ നല്ല കർത്താവ്, പാപത്തെ കുറിച്ച് ആര് ബോധ്യപ്പെടുത്തുമെന്ന് പറയുന്ന ആ കർത്താവ്, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ. ആമേൻ. ഹല്ലേലൂയ. എബ്രായ ലേഖനം തന്നെ അത് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ഇങ്ങനെയുള്ള മഹാപുരോഹിതനാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ പരിചയപ്പെടുത്തുമ്പോൾ എന്താണ് എബ്രായ ലേഖനം 7 26 വാക്യം, 26, 27 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ
ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ആമേൻ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായി, ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ, ആദ്യം മഹാപുരോഹിതൻ ചെല്ലുമ്പോൾ സ്വന്തം പാപത്തിന് പരിഹാരം വരുത്തുകയാണ്. അവിടെ വിറച്ചോണ്ടാണ് നിൽക്കുന്നത്. കാരണം സ്വന്തം പാപത്തിന് പരിഹാരം വരുത്താതെ ഈ പാപം വെച്ചോണ്ട് ജനങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ മരിച്ചു വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ മഹാപുരോഹിതന്മാർ സ്വന്തം പാപത്തിന് ആദ്യം പരിഹാരം വരുത്തി ദൈവത്തിൽ നിന്ന് മാപ്പ് പ്രാപിച്ചുകൊണ്ട്, പൂർണ്ണമായി ഒരു പാപപരിഹാരം അവിടെ നടക്കുന്നില്ലെങ്കിലും മാപ്പ് പ്രാപിച്ചുകൊണ്ട് ജനത്തിന്റെ പാപങ്ങളുടെ ചീട്ട്, ഞാൻ ആ ചീട്ടെന്ന് പറയുമ്പോൾ തന്റെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും അല്ലെങ്കിൽ അതിന് ആമേൻ തയ്യാറാക്കിയിരിക്കുന്ന ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ലിസ്റ്റ് ദൈവസന്നിധി നിരത്തി അവർക്ക് വേണ്ടി അഭയാചന കഴിക്കുകയാണ്, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്, അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുകയാണ്, അവർക്ക് വേണ്ടി ആമേൻ മധ്യസ്ഥത അണയ്ക്കുകയാണ്. പക്ഷെങ്കിൽ അന്നത്തെ നിയമം അനുസരിച്ച് വേറെ മാർഗമില്ലാത്തത് കൊണ്ട് ദൈവം അഹരോന്യ ക്രമപ്രകാരം തിരഞ്ഞെടുത്ത മഹാപുരോഹിതന്മാരുടെ ഈ ശുശ്രൂഷയെ ദൈവം അംഗീകരിക്കുന്നുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാലം വന്നു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കർത്താവ് ആ മഹാപുരോഹിതൻ ചെയ്യുന്നത് പോലെ ആമേൻ തന്റെ പാപം കൊണ്ടുവരികയോ അത് പറയുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം യേശു കർത്താവിന് അങ്ങനെ ഒരു പാപമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ എങ്ങനെയാണ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത്? എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ, അകൃത്യങ്ങൾ, അനീതികൾ, നമ്മളുടെ ദോഷങ്ങൾ, നമ്മുടെ അതിക്രമങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും, ശാപവും പാപവും എല്ലാം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപമില്ലാത്തവൻ നമുക്കായി ക്രൂശിൽ കയറി. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിനെ ക്രൂശിക്കാൻ നേരത്ത് ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഏറ്റവും പ്രസിദ്ധനായ ഒരു കുറ്റവാളിയേക്കാൾ ആമേൻ ഹല്ലേലൂയ നീചനായി അവർ ചിത്രീകരിച്ചുകൊണ്ട് യേശുവിനെ ക്രൂശിക്കാനായിട്ട് റോമ ഗവൺമെന്റിന് ആമേൻ ഹല്ലേലൂയ ഇവര് ആമേൻ സമ്മതം കൊടുക്കുക. റോമ ഗവൺമെന്റ് വിധിക്കണം യേശുവിനെ ക്രൂശിക്കണമെങ്കിൽ. അങ്ങനെ റോമ ഗവൺമെന്റ് പീലാത്തോസിന്റെ നേതൃത്വത്തിൽ യേശുവിനെ ക്രൂശിക്കാൻ വിധിക്കുകയാണ്. അപ്പോൾ ഈ വിധിയുടെ മുമ്പിൽ നമുക്കറിയാം, രണ്ട് ത്രാസിൽ നോക്കുമ്പോൾ ആമേൻ ബറബ്ബാസ് എന്ന് പറയുന്ന ഈ ഭീകര കുറ്റവാളിയേക്കാൾ പാപിയായി ചിത്രീകരിച്ചുകൊണ്ട് മഹാപുരോഹിതന്മാരും യഹൂദജനവും യേശുവിനെ തള്ളിക്കളയുക. അത് മാത്രമല്ല, രണ്ട് കൊടും കള്ളന്മാരുടെ നടുവിലാണ് യേശുവിനെ ക്രൂശിച്ചത്. അപ്പോൾ പാപികളിൽ പാപിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ, യേശു തള്ളപ്പെട്ട് ക്രൂശിൽ കടന്നു വന്നു കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആമേൻ, ലോകത്തിലുള്ള സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. യേശു ആ പാപം ചുമന്നുകൊണ്ട്, ആ ശാപം ചുമന്നുകൊണ്ട് മാനവരാശിയുടെ കൈച്ചീട്ടുകൾ, പാപത്തിന്റെ ചീട്ടുകൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് ക്രൂശിൽ മരിക്കുന്ന സമയത്ത് യേശുവിനെ സ്വീകരിക്കുന്ന ഏതൊരു പാപിയുടെയും പാപം മോചിക്കത്തക്ക രീതിയിൽ ആമേൻ യേശുവിന്റെ ചൊരിയപ്പെട്ട ഓരോ തുള്ളി രക്തത്തിലും ആ പാപമോചനം അടങ്ങിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചത് ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തത്തിന്റെ ആമേൻ പ്രാച്യത്ത ആമേൻ ഹല്ലേലൂയ പരിഹാരത്തിന്റെ ആമേൻ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് വിശുദ്ധരായി തീർന്നിരിക്കുന്നത്, നീതിമാന്മാരായി തീർന്നിരിക്കുന്നത്, തേജസ് ധരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി തേജസ്സിന്മേൽ തേജസ് ധരിക്കുമെങ്കിലും ഇപ്പോൾ മാനവും തേജസ്സും ധരിച്ചിരിക്കുന്നത്, ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നത്, നീതീകരണം പ്രാപിച്ചിരിക്കുന്നത് യേശു കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ നമുക്ക് കഴുകലും ശുദ്ധീകരണവും അതിലൂടെയുള്ള പാപമോചനവും അതിലൂടെയുള്ള നിർമ്മലതയും നമുക്ക് ലഭിച്ചതിലാണ് നമ്മൾ ഇന്ന് ആമേൻ സമാധാനത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നിരുന്നത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപത്തിന് വിമോചനമില്ല, വീണ്ടെടുപ്പ് നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അടിമത്തം മാറത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ യേശു കർത്താവിന്റെ രക്തം, പാപമില്ലാത്ത പരിശുദ്ധന്റെ രക്തം, ആമേൻ, ആ പരിശുദ്ധ രക്തം നമുക്കായി ചൊരിഞ്ഞു. എല്ലാവരുടെയും മുമ്പിൽ യേശു പാപമായി
പാപമാക്കി തീർത്തുകൊണ്ട് ക്രൂശിൽ കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ രക്തം അവസാനതുള്ളി രക്തം വരെ ഊറ്റി. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, യേശു കർത്താവ് നമുക്ക് വേണ്ടി ഇടിവ് നിൽക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, എന്നേക്കും നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം വരുത്തി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷവാദം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഭൂമിയിൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുകയും പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് ദിവസേന നിൽക്കുകയും ചെയ്യുന്ന ആ പ്രോസസ്സ്, ആ ഒരു പാപമോചന പരിഹാര ക്രമം യേശു കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ജനമാണ്. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കുറവുകളും കുറ്റങ്ങളും, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് ചെയ്യുവാൻ അനുവാദമില്ല. തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ചെയ്യുവാൻ അനുവാദമില്ലെങ്കിലും, ആമേൻ, ജീവിതത്തിൽ വരുന്ന ഓരോ കുറവുകളും അറിഞ്ഞറിയാതെ വന്നുപോകുന്ന കുറവുകൾ നാം ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ കർത്താവ് അതിന് പരിഹാരം വരുത്തത്തക്ക രീതിയിൽ നമുക്ക് വേണ്ടി അഡ്വക്കേറ്റായി നിന്നുകൊണ്ട് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിതാവേ, അവരോട് ക്ഷമിക്കണമേ. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനെയാണ് നമുക്ക് പിതാവ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത അധ്യായങ്ങളിലെല്ലാം വായിക്കുമ്പോൾ ഈ മഹാപുരോഹിതനെ കുറിച്ച് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ താനും ബലഹീനത പൂർണ്ണനാകിയാൽ അറിവില്ലാത്തവരോട് വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്നവർ തനിക്ക് വേണ്ടി പാപയാഗം അർപ്പിക്കേണ്ടിയവനുമാകുന്നു. പക്ഷെ യേശു കർത്താവിന് അങ്ങനെ ചെയ്യണ്ട. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടിയാണ്, ആമേൻ, പക്ഷവാദം ചെയ്യുന്നതും ക്രൂശിൽ മരിച്ചതുമൊക്കെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. നമ്മൾ പഴയ നിയമത്തിലാണെങ്കിലും മഹാപുരോഹിത സ്ഥാനം കൈവരിച്ചത്, ആമേൻ, അഹരോന്യ മഹാപുരോഹിത സ്ഥാനം ക്രമമനുസരിച്ച് അവർക്കൊക്കെ ഈ സ്ഥാനം കിട്ടിയത് ദൈവം തെരഞ്ഞെടുത്തവർക്കാണ് ഈ സ്ഥാനം കിട്ടിയത്. അവരാരും സ്വതവേ ഈ സ്ഥാനം ഏറ്റെടുത്തില്ല. അപ്പോൾ ഞാനങ്ങ് മഹാപുരോഹിതനായേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും സിംഹാസനത്തിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ അത് ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല. ദൈവം, ആമേൻ, ഒരാളിനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കുന്നുവെങ്കിൽ ദൈവം വിളിച്ച്, ദൈവം അപ്പോയിന്റ് ചെയ്ത്, ദൈവം ഓർഡൈൻ ചെയ്ത്, ദൈവം അനോയിന്റ് ചെയ്ത് ദൈവം കൊണ്ടേ ഇരുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്കറിയാം. നമുക്കറിയാവുന്ന കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അത് നേരിട്ട് നമുക്കത് മനസ്സിലായി കഴിയുമ്പോഴാണ് നമ്മൾ കർത്താവിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം വിളിക്കുന്ന അല്ലാതെ വിളിക്കാത്ത ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ആമേൻ. ദൈവം കൊടുക്കണം. ദൈവം ഹൃദയത്തിൽ പറയും, ദൈവം ആത്മാവിൽ പറയും, ദൈവം ജീവിതത്തിൽ ഇടപെടും. അങ്ങനെ ദൈവം ഇടപെട്ട് കഴിയുമ്പോഴാണ് ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, ദൈവം തിരഞ്ഞെടുത്ത ഒരാള് ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഹറോന്റെ വടി തളിർത്തതുപോലെ, അത് പൂത്തതുപോലെ, അത് ഫലം കായ്ച്ചതുപോലെ ദൈവത്തിന് സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ആമേൻ, അവരുടെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ, ആമേൻ, ചൊരിഞ്ഞ ആ രക്തം നമ്മളിൽ വീണതുകൊണ്ട് നമ്മളും പുരോഹിതന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കേവലം പുരോഹിതന്മാരായി മാത്രമല്ല, നമ്മള് രാജകീയ പുരോഹിതമായി വർഗമായി മാറിയിരിക്കുകയാണ്. രാജകീയ പുരോഹിത വർഗം, രാജാക്കന്മാരും പുരോഹിതന്മാരുമായി നമ്മളെ ദൈവം മാറ്റിയിരിക്കുകയാണ്. അത്ര ശ്രേഷ്ഠകരമായ പദവിയാണ്. നമ്മളത് വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധന്മാർ, മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധന്മാർ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാഴുമ്പോൾ 1000 ആണ്ടും അവർ പുരോഹിതന്മാരായിരിക്കും. എത്ര ഭയങ്കരമായ, എത്ര ഉഗ്രമായ, എത്ര ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് കൃപ ചെയ്ത് വിശുദ്ധന്മാർ ഇവിടുന്ന് എടുക്കപ്പെട്ട് മധ്യാകാശത്ത് 7 വർഷവും അതിനുശേഷമുള്ള, ആമേൻ, ഹല്ലേലൂയ, 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് വിശുദ്ധന്മാർക്ക് മഹാപുരോഹിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടെ ആ മഹാപുരോഹിതനെ അനുഗമിക്കുകയും
ആമേൻ ഹല്ലേലൂയ അവർക്ക് പൗരോഹിത്യമെന്ന ആ നല്ല പദവി 1000 ആണ്ട് കർത്താവ് കൊടുക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ ആ കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കത് ആത്മാവിൽ കാണാനേ പറ്റത്തുള്ളൂ, വിശ്വാസത്തിൽ കാണാനേ പറ്റത്തുള്ളൂ. അന്ന് നമ്മളെ പൗരോഹിത്യ വസ്ത്രം ധരിപ്പിക്കുമോ, എങ്ങനെയാണ് ഈ പുരോഹിതന്മാരായിരിക്കുന്നത്, നമുക്ക് എന്തായിരിക്കും ശുശ്രൂഷ, ഇതൊക്കെ നമ്മൾ ആത്മാവിൽ കാണാനേ പറ്റത്തുള്ളൂ. അതിനെക്കുറിച്ച് വലിയൊരു വിശദീകരണം ഒന്നും തന്നിട്ടില്ല. എന്നാൽ അഹ്റോന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതന്മാർ അല്ലെങ്കിൽ മഹാപുരോഹിതന്മാർ ആമേൻ അവർക്കുണ്ടായിരുന്ന ക്രമീകരണങ്ങളും അവർക്കുണ്ടായിരുന്ന ആദരവുകളും അവർക്കുണ്ടായിരുന്ന പദവികളും ശുശ്രൂഷകളും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ് നമുക്ക് യേശു കർത്താവ് നോക്കിക്കഴിഞ്ഞാൽ യേശു കർത്താവ് അങ്ങനെ ഇത്ര വലിയ ശ്രേഷ്ഠ മഹാപുരോഹിതനായിരുന്നുവെങ്കിൽ പോലും യേശു കർത്താവ് ഈ പഴയ നിയമത്തിലെ മഹാപുരോഹിതന്റെ ഡ്രസ്സ് ഒന്നും ധരിച്ചൊന്നുമല്ല നടന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ സക്കരിയാവിന്റെയും എലിസബത്തിന്റെയും മകനായിരിക്കുന്ന യോഹന്നാൻ, കർത്താവിനെ സ്നാനപ്പെടുത്തിയ കർത്താവിന് ശുശ്രൂഷ ചെയ്ത യോഹന്നാൻ ആമേൻ മരുഭൂമിയിൽ പാർക്കുകയായിരുന്നു. താന് സത്യത്തിൽ വീട്ടിലാ പാർത്തിരുന്നെങ്കിൽ ആമേൻ ഒരു മഹാപുരോഹിതനാകാനുള്ള എല്ലാ യോഗ്യതയും സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചിട്ട് ആമേൻ ഹല്ലേലൂയ സാധാരണ ഒരു സഞ്ചാര ഉപദേശിയെ പോലെ ആമേൻ ഹല്ലേലൂയ മരുഭൂമിയിൽ പാർത്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഒരു സമയത്ത് വെളിപ്പെട്ട് യേശുക്രിസ്തുവിന് വഴിയൊരുക്കി മാനസാന്തരത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന ഏലിയാവിന്റെ ആത്മാവോടുകൂടെ കടന്നു വന്ന ആ യോഹന്നാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിനും യോഹന്നാനും അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനും മഹാപുരോഹിതന്മാരായിരിക്കുന്ന സ്ഥാനങ്ങൾ അക്ഷരീക അഹ്റോന്യ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതത്വം യോഹന്നാന് ലഭിക്കുമായിരുന്നു. എന്നാൽ യേശു കർത്താവിന്റെ മഹാപുരോഹിതത്വം എന്ന് പറയുന്നത് മൽക്കിസദേക്കിന്റെ വിധത്തിലുള്ള മഹാപുരോഹിത സ്ഥാനമാണ് യേശു കർത്താവ് ഏറ്റെടുത്തത്. പക്ഷെ ഇവർ രണ്ടുപേരും നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ അഹ്റോന്യ ക്രമപ്രകാരം അഹ്റോൻ ഉൾപ്പെടെയുള്ള മഹാപുരോഹിതന്മാർ ധരിച്ചിരുന്ന വസ്ത്രമോ അവരുടേതായ യാതൊരു സവിശേഷതകളോ പ്രത്യക്ഷമായ നിലയിൽ ശരീരത്തിലും അവരുടെ ജീവിതക്രമങ്ങളിലും നമ്മൾ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. അവരെ സാധാരണക്കാരുടെ വേഷത്തിൽ നമ്മൾ അവരെ കാണുമ്പോൾ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാഴുന്ന വിശുദ്ധന്മാർക്ക് ആമേൻ അവരെ എങ്ങനെയാണ് അലങ്കരിച്ച് അവരെ എങ്ങനെയാണ് ഈ പദവിയിൽ കർത്താവ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊരിക്കലും അറിയത്തില്ല. എങ്കിലും ആമേൻ 1000 ആണ്ട് പുരോഹിതന്മാരായിരിക്കും എന്നുള്ളത് ആമേൻ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവജനത്തിന് കിട്ടാൻ പോകുന്ന ശ്രേഷ്ഠകരമായ പദവികൾ അതൊക്കെ നമ്മൾ ശരിക്കറിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരുന്നു. 7 വർഷക്കാലം മധ്യാകാശത്ത് ക്രിസ്തുവിനോടുകൂടെ ആമേൻ വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടേക്ക് പിതാവും പരിശുദ്ധാത്മാവും ക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരിക്കും. സർവ്വഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും, മധ്യാകാശത്ത് പാർക്കും. അവിടെ സന്തോഷകരമായ 7 വർഷക്കാലം. ആ 7 വർഷക്കാലം സ്വർഗീയമായ സന്തോഷത്തിൽ അവിടെ വസിക്കുമ്പോൾ ഈ ഭൂമിയിലെ ചിത്രീകരണം നമ്മളത് വെളിപ്പാട് പുസ്തകത്തിലെ ആമേൻ ഹല്ലേലൂയ ചില അധ്യായങ്ങൾ തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഒരു നല്ല ഭാഗം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ മഹോദ്രവകാലം കഠിനമായതും അതികഠിനമായതുമായ മഹോദ്രവകാലത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്താണെങ്കിലും ആമേൻ 7 വർഷക്കാലം ആമേൻ മധ്യാകാശത്ത് കർത്താവിനോടുകൂടെ ചെലവിട്ട ശേഷം 1000 ആണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് പുരോഹിതന്മാരായിരിക്കും. പിന്നീടുള്ള സമയം കാലം ഈ 1000 ആണ്ട് കഴിയുമ്പോൾ നമ്മൾ വെളിപ്പാട് ദിവസം നമ്മൾ പഠിച്ചതാണ്, എന്നേക്കും രാജാക്കന്മാരായിരിക്കും എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. ഇത്ര വലിയ ഒരു പദവിയാണ് ദൈവജനത്തിന് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇത് ലഭിച്ചത്? യേശു ക്രിസ്തുവിൽ കൂടെ ദൈവമക്കളായി തീർന്ന യേശുവിന്റെ രക്തത്തിലൂടെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾക്ക് ദൈവം ആമേൻ ഹല്ലേലൂയ നൽകുന്ന ആമേൻ വാഗ്ദാനങ്ങളും സംഭവിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ പ്രോമിസും ദൈവത്തിന്റെ പ്രാവചനികമായ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കൃപയാൽ ദൈവസന്നിധിയിൽ വിശ്വസത്തോടെ നിൽക്കുന്ന ദൈവമക്കൾക്ക് ലഭിക്കുവാൻ പോകുന്ന ഭാഗ്യകരമായ പദവികളുമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വന്ന വിഷയം ഇതാ, യേശുക്രിസ്തുവിന്റെ കാലം വരെ അഹറോന്യ പൗരോഹിത്യം നിലകൊണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാലത്ത്
കർത്താവിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ കർത്താവിൽ കൂടെ ആമേൻ മറ്റൊരു പൗരോഹിത്യമാണ് ആമേൻ ഹല്ലേലൂയ പിതാവായ ദൈവം ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുത്തിയത്. ദൈവത്തിന് സ്തോത്രം. ഈ സ്ഥാനം ഒരു പുരോഹിതന്മാരും അല്ലെങ്കിൽ ഒരു മഹാപുരോഹിതന്മാരും സ്വതവേ എടുത്തിട്ടില്ല, അവർക്ക് ദൈവം കൊടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്ന ദൈവപുത്രൻ തന്നെ മഹാപുരോഹിതനായി മാറ്റിയ പിതാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവോട് ചേർന്ന് മഹാപുരോഹിതനായി ഈ ശുശ്രൂഷയിൽ ആമേൻ ഹല്ലേലൂയ ആക്കി വെക്കുമ്പോൾ ഈ സ്ഥാനം യേശു കർത്താവും സ്വതവേ എടുത്തിട്ടില്ല എന്നുള്ളത് ആമേൻ ഹല്ലേലൂയ നമുക്ക് വചനത്തിൽ കൂടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 4-5 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചാട്ടെ. എബ്രായ ലേഖനം 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അപ്പോൾ അഹരോനെ വിളിക്കുമ്പോൾ നമുക്കറിയാം, അഹരോനെ വിളിച്ചു ആമേൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ പുത്രനെ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു ആമേൻ എന്ന് നമ്മൾ സങ്കീർത്തനത്തിലും അതുപോലെ തന്നെ നമ്മൾ സുവിശേഷത്തിലും കാണുന്നുണ്ട്. സുവിശേഷത്തിൽ അങ്ങനെ അല്ലെങ്കിലും ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന ഭാഗങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഈ ദൈവപുത്രൻ, ദൈവത്തിന്റെ പുത്രൻ, പിതാവായ ദൈവത്തിന്റെ പുത്രൻ, ഈ പുത്രൻ മഹാപുരോഹിത സ്ഥാനം സ്വതവേ എടുത്തിട്ടില്ല. ഞാൻ ഈ സ്ഥാനം അങ്ങ് എടുക്കുകയാണ്, ഈ സ്ഥാനത്ത് ഞാൻ അങ്ങ് ഇരിക്കുകയാണ്, ഈ സിംഹാസനം ഞാൻ അങ്ങ് പിടിച്ചു വെക്കുകയാണ്, ഞാനങ്ങ് മഹാപുരോഹിതനായി ആമേൻ ഞാനങ്ങ് ശുശ്രൂഷ ചെയ്യുകയാണ് എന്ന് യേശു കർത്താവ് സ്വതവേ പറഞ്ഞിട്ടില്ല. പിതാവ് യേശു കർത്താവിന് കൊടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മളിവിടെ വായിച്ചത്. ആവണ ക്രിസ്തു മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. അങ്ങന്റെ പുത്രൻ, ഇന്ന് ഞാൻ അങ്ങേ ജനിപ്പിച്ചിരിക്കുന്നെന്ന് ആമേൻ യേശുവിനോട് അള്ളിച്ചേതവൻ ആമേനെ കൊടുത്തതത്രേ. അപ്പോൾ കർത്താവിന് കൊടുത്തതാണ് ഈ പദവി, കർത്താവിന് കൊടുത്തതാണ് ഈ സ്ഥാനം, കർത്താവിന് കൊടുത്തതാണ് ഈ ശുശ്രൂഷ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ദൈവം തരുന്ന ഏത് ശുശ്രൂഷയും ഏറ്റെടുക്കുവാൻ അവകാശവും അധികാരമുണ്ട്. അങ്ങനെ നാം അത് ചെയ്യുമ്പോൾ അത് ഫലവത്തായി തീരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം കൊടുക്കാതെ ആമേൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് വിജയകരമായി തീരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവേ അവിടുന്ന് എനിക്ക് തരുന്ന ശുശ്രൂഷ എന്താണെങ്കിലും അത് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഇന്ന് രാത്രി നമ്മൾ പറയണം. കർത്താവ് ശുശ്രൂഷ തരുമ്പോൾ മാറി നിൽക്കരുത്. എന്നാൽ നമുക്ക് തരുന്ന ശുശ്രൂഷ എന്താണ്, നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ എന്താണ്? ഹല്ലേലൂയ. ആമേൻ. പുതിയ നിമിത്തത്തിൽ തന്നെ പറയുന്ന എല്ലാവരും അപ്പോസ്തലന്മാരും എല്ലാവരും പ്രവാചകന്മാരോ അങ്ങനെയൊക്കെ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷെങ്കിൽ ആമേൻ ദൈവം എന്താണ് നമുക്ക് ശുശ്രൂഷ തരുന്നത്, ആ ശുശ്രൂഷ നമ്മൾ ഏറ്റെടുക്കണം. അത് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ആ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവപുത്രൻ പിതാവ് കൊടുത്ത ആ ശുശ്രൂഷ ഏറ്റെടുത്തു. സ്വതമേ ഒന്നും ഏറ്റെടുക്കുകയില്ലായിരുന്നു, പിതാവ് കൊടുത്ത ആ ശുശ്രൂഷ ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ നാം ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തരുന്ന ചില ശുശ്രൂഷകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് നമ്മൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പാസ്റ്ററിന് മാത്രമേ ശുശ്രൂഷയുള്ളൂ, അല്ലെങ്കിൽ അപ്പോസ്തലന് മാത്രമേ ശുശ്രൂഷയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കാതെ, എന്നെ കൊണ്ട് ഏത് രീതിയിലാണ് ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്ക് ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നത്, ആ ശുശ്രൂഷ ഞാൻ എന്നെ സമർപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഓരോരുത്തരും എന്നെ കേൾക്കുന്ന ആരൊക്കെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ദൈവം തരുന്ന ശുശ്രൂഷ, ദൈവം എന്തെങ്കിലും ശുശ്രൂഷ തരുന്നെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് മനസ്സിലാക്കി തരും, തീർച്ചയായും തരും, നമ്മളെ ഇന്നതിന് വിളിച്ചിട്ടുണ്ടെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ സാക് ബ്രദർ തന്നെ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ഒരു വലിയ ശുശ്രൂഷ കുടുംബമായി തന്റെ ദാസിയും കുഞ്ഞുങ്ങളും മാതാവും എല്ലാം ചേർന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും അതിനകത്ത് ആത്മാർത്ഥമായി നിൽക്കുന്നു. അത് ദൈവം കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ ജോലി തിരക്കിനിടയ്ക്ക് ഈ പ്രാർത്ഥനയും ഈ ശുശ്രൂഷകളെല്ലാം ഇങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ നടക്കത്തില്ല, അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ ഇട്ടേച്ചു പോകും. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ദൈവമക്കളെ, ദൈവം കൊടുക്കുന്ന ശുശ്രൂഷകൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അതിന്റെ അർത്ഥം ഉടനെ ഇവിടുന്ന് ഒരു ആമേൻ ഹല്ലേലൂയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത അടുത്തത് അതുപോലെ റിപ്പീറ്റ് ചെയ്യാനല്ല. നമ്മളെ കൊണ്ട് ഒരു ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകന് അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന് ഞാൻ എങ്ങനെ ഹല്ലേലൂയ പ്രയോജനപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്ന ആ ഒരു വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കി ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ദൈവരാജ്യത്തിന് കെട്ടുപണി എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് നിന്ന് ചെയ്യുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, കർത്താവ് പിതാവ് കൊടുത്ത ശുശ്രൂഷ ഏറ്റെടുത്തു. അവിടുന്ന് എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. എനിക്ക് ആ ഭാഗം ഞാൻ ഇങ്ങനെ ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, ആമേൻ, അതിന്റെ 4-ാമത്തെ വാക്യം. ഞാൻ ഈ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അതെ, യേശു കർത്താവിന്റെ പ്രാർത്ഥനയാണത്. അത് പിതാവിനോട് സംസാരിക്കുകയാണ്. പിതാവേ, ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങനെയൊക്കെ ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവ് പറയുന്ന കാര്യം, ഞാൻ അങ്ങേ ഭൂമിയിൽ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന കാര്യങ്ങൾ, മഹത്വം കൊടുത്ത് മഹത്വം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു. നമ്മളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ നമ്മൾ കൂടെ ചെയ്യണം. അങ്ങനെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഈ ജീവിതകാലം ഒറ്റ ഒരു ലൈഫേ ഉള്ളൂ. ഈ ജീവിതകാലം ദൈവത്തിന് ഏറ്റവും പ്രയോജനകരമായി തീരുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചോണം. നാളെ നമുക്ക് ഈ സമയം കിട്ടത്തില്ല. അവസാനം നമുക്ക് മിച്ചം, ഞാൻ ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ പറയുന്നതാണ്, അവസാനം നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ അവസാനം നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്നറിയാവോ? ദൈവത്തിന് വേണ്ടി ജീവിച്ചതും ദൈവത്തെ സ്നേഹിച്ചതും. കർത്താവാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, ഇങ്ങോട്ട് സ്നേഹിച്ച് നമ്മളെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി നിന്നതും സ്നേഹിച്ചതും പ്രാർത്ഥിച്ചതും നല്ല കാര്യം ചെയ്തതും മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുത്തതും പ്രോത്സാഹിപ്പിച്ചതും ശുശ്രൂഷകരെ നിലനിർത്താൻ, അല്ലെങ്കിൽ പ്രയർ ലൈൻ ആണെങ്കിലും സഭയാണെങ്കിലും ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പ്രയോജനപ്പെട്ട് അനുഗ്രഹമായി തീരുവാൻ നമ്മൾ ദൈവത്തിന്റെ നാമത്തിൽ ആത്മാർത്ഥമായി നിന്ന് പ്രവർത്തിക്കുന്നതൊക്കെ അവസാനം അതൊക്കെ നമുക്ക് മിച്ചം കാണത്തുള്ളൂ, വേറൊന്നും കാണത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനം ബ്ലാങ്കിൽ അതേ കാണുള്ളൂ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അവസാനം ഇവിടുന്ന് പോകുമ്പോൾ, കണ്ണടയുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള മുതലെന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്തതും ജീവിച്ചതും നമ്മൾ പ്രവർത്തിച്ചതും ചിന്തിച്ചതും നമ്മുടെ വാക്കും നമ്മുടെ കാര്യങ്ങളിലെല്ലാം ദൈവമത്വത്തിനായി ചെയ്തത് മാത്രമേ അവസാനം നമുക്ക് നിശ്ചയമായിട്ട് വരത്തുള്ളൂ. അത് മാത്രമേ നമ്മുടെ കയ്യിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ മരിച്ചു കിടന്നു കഴിയുമ്പോൾ പലരും കുറേയേറെ വലിയ കാര്യങ്ങൾ 2-3 മണിക്കൂർ പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ മരിച്ച ആളിനെ കുറിച്ച് പറഞ്ഞാലും അതിനകത്ത് എത്രയും സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത് ദൈവത്തിനറിയാം, മരിച്ചയാളിനും അറിയാം. പക്ഷെങ്കിൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കണമെന്ന് ആമേൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രവൃത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി, പിതാവേ ആമേൻ ഹല്ലേലൂയ, എന്താണ് ഞാൻ ഭൂമിയിൽ അങ്ങേ മഹത്വപ്പെടുത്തി, അങ്ങനെയൊക്കെ ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അത് തന്നെയാണ് പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം ആമേൻ എനിക്കായി കാത്തിരിക്കുന്നു. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമ്മളത് ചിന്തിച്ച് നോക്കിയേ. ആമേൻ ഹല്ലേലൂയ. എത്ര സന്തോഷിക്കണം. കാരണം വളരെ വൈകിയ ഒരു സമയത്താണ് ഇപ്പോൾ ഈ ബൈബിൾ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഒഹായ ടൈമിലാണ് 10 തൊട്ട് 11 വരെ. നിങ്ങൾക്ക് നല്ല ഡിന്നറിന്റെ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ പ്രൈസ് ദി ലോർഡ് 9 തൊട്ട് 10 വരെ. നിങ്ങളിത് ശ്രദ്ധിച്ച് ഇങ്ങനെ കേട്ട് നിങ്ങളിങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഈ ഒരു മണിക്കൂറിന് പോലും ഒരു ഭയങ്കര
ആമേൻ, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നതിന് ഒരു ഭയങ്കര ഡിമാൻഡ് ഉണ്ട് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയൊരു അനുഗ്രഹമുണ്ട്. കാരണം ഇങ്ങനെ അനേക പ്രാർത്ഥനാ കൂട്ടങ്ങളും പ്രാർത്ഥനകളും ആമേൻ ഹല്ലേലൂയ ആത്മീയ ശുശ്രൂഷകളും നടക്കുന്നതിന്റെ പരിണിത ഫലമായിട്ട് ജനം ദൈവത്തോട് അടുക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്രയും ആമേൻ വക്രതയും കോട്ടവും നിറഞ്ഞ ഈ തലമുറകളും ഈ ലോകത്തിന്റെ നടുവിൽ ഈ ഭൂമി ഇങ്ങനെ സമാധാനപരമായി നിൽക്കുന്നത്. അതറിയാമോ ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെല്ലാം അനീതികളും അക്രമങ്ങളും ദോഷങ്ങളും കാര്യങ്ങളുമാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്. വഞ്ചന, ചതി, ദോഷം, ദുഷ്പ്രവൃത്തികള്, എന്തിനും മടിക്കാത്തൊരു ലോകം, ആരുടെയും കാല് വെട്ടുന്ന കുതികാല് വെട്ടുന്ന ഒരു ലോകം. ഹല്ലേലൂയ. എന്തെല്ലാം ചതിവ് ചെയ്യാനും മടിക്കാത്തൊരു ലോകം, ഏതെല്ലാം ഉപദ്രവങ്ങള്, കൊലപാതകങ്ങൾ, ആത്മഹത്യകള്, ഭീകര സംഭവങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്ന ഈ ലോകത്തിൽ ആമേൻ ഇത്രയും സമാധാനത്തോടുകൂടെ നിൽക്കാൻ കഴിയുന്നതിന്റെ പുറകിലെ രഹസ്യം ഒരു കൂട്ടം ജനം കണ്ണീരൊഴുക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അതൊരു ഭാഗം, അത് ഈ ലോകത്തിന്റെ കാര്യം. അവനവൻ ഓർത്തുകൊള്ളണം, എനിക്ക് ലഭിക്കുന്ന ആയുസ് ഒരൊറ്റ ഒരായുസുള്ളൂ, ഒരൊറ്റ ജീവിതം. എനിക്ക് കിട്ടുന്ന സമയം അത് വിലപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. നാളെ ഇത് കിട്ടത്തില്ല. മഹാപുരോഹിതനായി യേശു കർത്താവ് ആമേൻ ആ ശുശ്രൂഷ ഏറ്റെടുക്കുമ്പോൾ ഭയങ്കര ഒരു ശുശ്രൂഷ ചെയ്താച്ചാ ഇവിടുന്ന് പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ശുശ്രൂഷയുടെ ഒരു ആമേൻ അനുയായികളായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. യേശുവിന്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ യേശുവിനുള്ളതെല്ലാം നമ്മളിലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കൃപ നമുക്ക് തന്നിട്ടുണ്ട്. ആ രക്തത്തിന്റെ വീണ്ടെടുപ്പാണ് നമ്മളിലുള്ളത്. ആ പൗരോഹിത്യം നമ്മളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ രാജകീയത നമ്മളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. ആമേൻ. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണെങ്കിൽ നമുക്ക് വിളിച്ചവന്റെ സൽഗുണം ഘോഷിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തി പിതാവേ അവിടുന്ന് തന്ന പ്രവൃത്തി തികച്ചെന്ന് യേശു പറഞ്ഞതുപോലെ നമ്മളിലൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി തികയ്ക്കാനോ അതേ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മുഴുവൻ ചെലവിട്ട് അതിനകത്ത് മുങ്ങിക്കുളിച്ച് കിടക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവസാനം കയ്യിൽ കൊണ്ടുപോകാൻ ഇതേ കാണത്തുള്ളൂ, മലർന്ന് കിടക്കുന്ന കൈ. പക്ഷെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മുടെ സ്വർഗീയമായ ഉടുപ്പിൽ ധരിക്കുവാൻ തന്നിരിക്കുന്ന ഉടുപ്പിന്റെ പോക്കറ്റിൽ ദൈവത്തിന് വേണ്ടി നിന്നതും പ്രവർത്തിച്ചതും സ്നേഹിച്ചതും നന്മ ചെയ്തതും മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നും അങ്ങോട്ട് പോകത്തില്ല. ഇത് തീയിൽ കൂടെ കടന്നു പോകേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈ ദിവസങ്ങളിൽ വളരെ സീരിയസ് ആയി നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവകാര്യത്തിൽ ശുഷ്കാന്തിയോടെ നിൽക്കുകയും ക്രിസ്തു ഇത്ര വലിയ പദവി സ്വതവേ എടുക്കാതെ പിതാവ് കൊടുത്തത് ഏറ്റെടുത്ത് ആമേൻ ആമേൻ ആ വലിയൊരു പദവിയിലേക്ക് ആമേൻ ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. നമ്മൾ മഹാപുരോഹിതന്മാരല്ലെങ്കിലും നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റി. നമുക്കൊരൊറ്റ ഒരു മഹാപുരോഹിതനേ ഉള്ളൂ. അത് ആകാശത്തിൽ കൂടെ കടന്നുപോയ, സ്വർഗാരോഹണം ചെയ്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവ് മാത്രമാണ് നമുക്കുള്ള മഹാപുരോഹിതൻ. അല്ലാതെ നമ്മളെ യെരൂശലേമിൽ കൊണ്ടുവന്ന് ഇതാ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞ് ആരെങ്കിലും കാണിച്ചാൽ അത് നമ്മുടെ മഹാപുരോഹിതനല്ല. നമ്മുടെ മഹാപുരോഹിതൻ എന്നേക്കും ജീവിക്കുന്ന, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന ആ നല്ല മഹാപുരോഹിതൻ. പ്രൈസ് ദി ലോർഡ്. അഹരോനെ പോലെ ആമേൻ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കാതിരിക്കുമ്പോൾ ആ വണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ കിട്ടി? നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു അവനോട് അരുളി ചെയ്തവൻ ആ പിതാവ് കൊടുത്തതത്രേ. പരിശുദ്ധാത്മാവും പിതാവൂടെ ചേർന്ന് ആ മഹാപുരോഹിത വസ്ത്രം ക്രിസ്തുവിനെ അണിയിപ്പിക്കുകയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളെ വിളിച്ച വിളിയുടെ മുമ്പിൽ നമുക്കൊന്നുകൂടെ ഉറച്ചു നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവമക്കളാണ്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. നമ്മൾ രാജാക്കന്മാരാണ്, നമ്മൾ പുരോഹിതന്മാരാണ്. നമ്മളിൽ യേശുവിന്റെ രക്തമുണ്ട്, നമ്മളിൽ യേശുവിന്റെ ജീവനുണ്ട്, യേശുവിന്റെ ആത്മാവുണ്ട്, ദൈവത്തിന്റെ വചനമുണ്ട്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരപ്പെട്ടിരിക്കുന്ന വചനം. നമുക്ക് അടിയുറച്ച് നിൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന, ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്, ഇനി വരുന്ന കാലഘട്ടം ജനങ്ങൾ ഓർത്തുകൊള്ളണം. നമ്മൾ ഇന്ന് വരെ പോയതുപോലല്ല, അതികഠിനമായ പ്രതിസന്ധികളുടെ ഒരു ഭയങ്കര കാലഘട്ടത്തിന്റെ മുൻമുനയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെങ്കിൽ
ഇതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥന, ദൈവസന്നിധിയിൽ ഇടിവ് നിൽക്കുന്നവരായി, ഉത്സാഹികളായി. പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യസ്ഥതയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള മധ്യസ്ഥതയാണ് പൗരോഹിത്യ ശുശ്രൂഷ. അത് കർത്താവ് ചെയ്യുമ്പോൾ നമുക്ക് ആ കർത്താവിൽ കൂടെ മധ്യസ്ഥതയ്ക്കായി ഒരു പദവി തന്നിട്ടുണ്ട്. അത് നാം ചെയ്യണം. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ചകളിൽ ചിന്തിക്കാം. ഇന്ന് രാത്രി ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ ആമേൻ ആ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച നമ്മുടെ നല്ല മഹാപുരോഹിതനായ കർത്താവ് നമുക്കായി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠ പദവി ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യവർഗത്തിൽപ്പെട്ട സകല പുരോഹിതന്മാരും ഹല്ലേലൂയ ബലഹീനത നിമിത്തം ജനത്തിന് വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനാണ്. എന്നാലും നമ്മുടെ മഹാപുരോഹിതനായ കർത്താവ് ഹല്ലേലൂയ. സ്തോത്രം. ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അവന് ഒരിക്കൽ മാത്രം ഹല്ലേലൂയ നമുക്ക് വേണ്ടി യാഗമായി തീർന്നവനായ കർത്താവ്. ഹല്ലേലൂയ. അരുമനാഥനായ ആ കർത്താവിന്റെ സാന്നിധ്യം രാത്രികാലം നമ്മുടെ മധ്യത്തിലുള്ളതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതേ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവർ ഓരോരുത്തരുമാണ്. നമ്മെ ഓരോരുത്തരെയും കാലാകാലങ്ങളിൽ കർത്താവ് വിളിച്ചു ചേർത്ത് ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ നമ്മുടെ കർത്താവ്, നമ്മുടെ മഹാപുരോഹിതനായ കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ഹല്ലേലൂയ. സ്തോത്രം. ഒരു തെറ്റും ചെയ്യാത്തവൻ. തനിക്ക് വേണ്ടി ഇനി ഒരിക്കൽ കൂടി യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. സ്തോത്രം. പാപം അറിയാത്തവൻ. ഹല്ലേലൂയ. പാപം ചെയ്യാത്തവൻ. ഹല്ലേലൂയ. സ്തോത്രം. ആ കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. രാത്രികാലം ആ കർത്താവിനെ കുറിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നത് ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സദാ ജീവിക്കുന്ന നമ്മുടെ കർത്താവ്, അവരെ പൂർണ്ണമായി രക്ഷിക്കുന്നവനായ കർത്താവ്, തന്നിൽ ആശ്രയിക്കുന്നവരെ പൂർണ്ണമായി തന്നിലേക്ക് അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായവൻ ആ കർത്താവിനെ ഇന്ന് രാത്രികാലം നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട വചനം സംസാരിച്ച ദൈവത്തിനെ ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ദൈവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസനെ ഓർമ്മിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും കർത്താവ് ഒരു ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. ആ ശുശ്രൂഷയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കുവാൻ തക്കോണം സമർപ്പണമുള്ളവരായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. ആ ദൈവസനയിൽ ഇരുന്നുകൊണ്ട് ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണോ? ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതാണോ? ഹല്ലേലൂയ. സ്തോത്രം. ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതാണോ? ഹല്ലേലൂയ. വചനം ശുശ്രൂഷിക്കുന്നതാണോ? ഹല്ലേലൂയ. സ്തോത്രം. മറ്റുള്ളവർക്ക് കൈത്താങ്ങൾ അവിടെ ഭവനത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതാണോ? ഹല്ലേലൂയ.